ഡോക്ടർ സണ്ണി ഓരത്ത്, എനിക്കൊന്ന് ഇവരുടെ ഈ കാര്യം മാത്രമല്ല, ഈ ജനവാസ മേഖല ഒരുപാട് പാമ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഈ ആന്റിവെനം കിട്ടാത്ത ആശുപത്രികൾ കേരളത്തിൽ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നല്ലേ ശരിക്കും? ആന്റിവെനം എല്ലാ ആശുപത്രികളിലും ഇല്ല. എല്ലാ ആശുപത്രികളിലും കൊടുക്കുക എന്ന് പറയുന്ന പ്രായോഗികവുമല്ല. അല്ല, എന്താ ഡോക്ടർ കാണുന്ന പ്രായോഗിക തടസ്സം? അതിന്റെ ലഭ്യത പ്രശ്നമാണോ? ലഭ്യത പ്രശ്നമല്ല. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റിവെനം കൊടുക്കുന്ന ആശുപത്രിയിലെ അതിന് ഇത് ആന്റിവെനം നൽകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് സിവിയർ റിയാക്ഷൻ ഉണ്ടാകാം. ആ റിയാക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടുന്നതായിട്ടുള്ള ഒരു സംവിധാനവും കൂടിയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ സംവിധാനമുള്ള ആശുപത്രികളിലായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. പിന്നെ റിയാക്ഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ മാനേജ് ചെയ്യേണ്ട സ്ഥിതി എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി വരുന്നത് നമ്മൾ ചികിത്സ നൽകുമ്പോഴേക്കും തുടക്കത്തിൽ തന്നെ 10 വയൽ വേണം. അത് തുടർച്ചയായിട്ട് ഒരു 30 വയൽ വരെയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ 30 വയൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു പാമ്പ് കടിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ആശുപത്രികളിലും ഇത് 30 വയലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. കാരണം ഒരു വയൽ എന്ന് പറയുന്നതിന് ഏതാണ്ട് 750 രൂപ ഉണ്ട്, വിലയുണ്ട്. അപ്പോൾ ഒരു 30 വയലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും വെനം സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ 6 മാസം തൊട്ട് 1 വർഷം വരെയുള്ള കാലാവധി കഴിയുമ്പോൾ ആ വെനം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു ടീം ഉള്ള സ്ഥലത്തെ നമുക്കിത് സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഒരു ചെറിയ ക്ലിനിക്കിൽ ഒരു ഡോക്ടർ മാത്രം ഉള്ളിടത്ത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ മാത്രം ഉള്ളിടത്ത്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ അങ്ങനെ ഒരു ആന്റിവെനം കൊടുക്കുക എന്ന് പറയുന്ന അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 15 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മേജർ പ്രൈവറ്റ് ആശുപത്രി ഉണ്ട്. എല്ലാ സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിൽ മുകളിലുള്ള ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികളിലൊക്കെ ആന്റിവെനം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. നാട്ടുകാർക്ക് ഒരു സംശയം ചോദിക്കട്ടെ ഡോക്ടർ, ഇൻ കേസ് ഇപ്പോൾ ഈ കേസിൽ തന്നെ ഇപ്പോൾ ഫുഡ് പോയിസൺ ആണ് എന്നുള്ള തോന്നൽ ശരിയായിരിക്കും ആന്റിവെനം കുത്തിവെച്ചെന്ന് വെച്ചോൾ എന്ത് സംഭവിക്കും? ആന്റിവെനം കുത്തിവെച്ചാൽ ഒരുപക്ഷെ ആന്റിവെനം കൊണ്ട് ഫുഡ് പോയിസൺ ആണെന്ന് കരുതുക. സ്നേക് വെനം പോയിസണിങ് ഇല്ല എങ്കിൽ ആന്റിവെനം കുത്തിവെച്ചാൽ ഒരുപക്ഷെ സിവിയർ റിയാക്ഷൻ ഉണ്ടാകും. ആ സിവിയർ റിയാക്ഷൻ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ആ ആന്റിവെനത്തിൻ്റെ റിയാക്ഷൻ കൊണ്ട് മരണം വരെ സംഭവിക്കാം. അപ്പോൾ ശരിക്കുമുള്ള ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനുള്ളതായ ക്ലിനിക്കൽ എവിഡൻസ് ഇല്ലാതെ ആന്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കുറ്റകരമാകും, ശിക്ഷയ്ക്ക് വരെ കാരണമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഡോക്ടറുടെ നിരീക്ഷണത്തില് ഈ കാര്യം ജനവാസ കേന്ദ്രങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു ആവാസ വ്യവസ്ഥയൊക്കെ മാറിയൊരു കാലമാണ്. പിന്നെ ഭയങ്കര ചൂടും ഉഷ്ണതരംഗമൊക്കെ അടിക്കുന്ന സമയം. അപ്പോൾ എന്താണ് ശരിക്കും ഇത്രയധികം പാമ്പുകൾ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരാൻ കാര്യം? ഇപ്പോൾ ഈ കാട് പ്രദേശത്ത് മാത്രമല്ല. വളരെ ശരിയാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്നതൊന്നും കാട് പ്രദേശത്ത് മാത്രമല്ല, സിറ്റിയിൽ പോലും, നഗരത്തിൽ പോലും. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ നഗരത്തിൽ തന്നെ ഈ അടുത്ത ദിവസം ഒരു ശംഖുവരയൻ പാമ്പ് മുറിക്കുള്ളിൽ കയറി. അതിൻ്റെ പ്രധാന കാരണം കാണുന്നത് ഇത്തവണത്തെ അമിതമായിട്ടുള്ള ചൂടാണ്. സാധാരണഗതിയിലെ ഈ ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത് മാളങ്ങൾ ഒളിക്കുകയാണ് വരുന്നത്. മാളങ്ങളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ചൂട് വരുമ്പോഴേക്കും ഈർപ്പമുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ ഈ കുളിമുറികളിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇത് ഇഴഞ്ഞ് ചെല്ലുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് സാധാരണഗതിയിലെ അല്പം പച്ചപ്പൊക്കെ കാണും. അങ്ങോട്ട് പെട്ടെന്ന് പാമ്പ് ചെല്ലുവാനുള്ളതായ സാഹചര്യമുണ്ട്. ഇത്തവണത്തെ ഈ പ്രകൃതിയുടെ ഈ കാലാവസ്ഥ മാറ്റമായിരിക്കണം ഒരുപക്ഷെ ഇത്രയേറെ പാമ്പുകൾ നേരത്തെ ഉണ്ട്, ഇത്രയേറെ പാമ്പുകൾ വരാനുള്ള കാരണമെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.